ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പരിപ്പ് മുരിങ്ങയിലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണിത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പരിപ്പും മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത്. പരിപ്പ് ഞാൻ ഇതേപോലെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പരിപ്പും മുരിങ്ങയില തേങ്ങ അരച്ച് വെക്കണതാണ്, അപ്പോൾ അധികം പരിപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനൊരു അരക്കപ്പോളം പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 100-150 ഗ്രാം ഉണ്ടാവുന്നത്. നമുക്ക് ആദ്യം തന്നെ പരിപ്പ് നല്ലപോലെ കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. പരിപ്പ് ഞാൻ കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു തക്കാളി ചേർക്കുന്നുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 8 പച്ചമുളകോളം എടുത്തിട്ടുണ്ട്. അധികം എരിയില്ലാത്തതാണ് ഇട്ടത്. പിന്നെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കണില്ലല്ലോ, അപ്പോൾ ഞാൻ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയേക്കുന്നതാണ്. ഞാനൊരു 3/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു 3 വിസിൽ വരുന്നവരെയും വെയിറ്റ് ചെയ്യാം. പരിപ്പ് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് തേങ്ങ അരച്ചെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയൊരു മുറി തേങ്ങ ഇട്ടാൽ നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം. ഇതിൽ ഞാനൊന്നും ചേർത്ത് കൊടുക്കണില്ല. നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം. തേങ്ങ ഇപ്പോൾ നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഞാൻ അരച്ചെടുത്തതാണ്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. മുരിങ്ങയില ഞാൻ 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചേർന്നതാണ്. നമുക്കിത് ഒന്നും കൂടിയും കഴുകി ഒരു പ്രാവശ്യം കൂടി വേറെ വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം നമുക്ക് വാർന്നെടുക്കാം. പരിപ്പ് വെന്തതിന് ശേഷം ഞാൻ വേറൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. നല്ലപോലെ കഴുകി വാർന്ന് വെച്ചിട്ടുണ്ട് മുരിങ്ങയില. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട്. അപ്പോൾ മുഴുവൻ മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് കൊടുക്കും. ഇത് വല്ലാണ്ട് എന്തോ ചെയ്യാതെ ഉണ്ടാക്കാം. എന്താണെന്ന് വെച്ചാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും മുരിങ്ങയുടെ. അപ്പോൾ നമുക്കൊന്ന് വേവിച്ചെടുക്കും. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ആവും. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മുരിങ്ങയിലയും ഒന്ന് വെന്തിട്ട് മുരിങ്ങയിലയിട്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. കണ്ട, മുരിങ്ങയില വെന്ത് വന്നിട്ടുണ്ട്. ഇനി വല്ലാണ്ട് വേവിക്കേണ്ട കേട്ടോ, അപ്പോൾ ഒരു കട്ടിപ്പ് വരും മുരിങ്ങയിലയുടെ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഞാനിതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മുരിങ്ങയിലിട്ടപ്പോൾ ഉപ്പ് ചേർക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ മറന്നതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കുക. വല്ലാണ്ടിട്ട് തിളപ്പിക്കരുത് കേട്ടോ, അപ്പോൾ ഇത് പിരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഒന്ന് തള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കറിപ്പ് ഇങ്ങനെ തള വരുന്നുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ ആ അരപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, തളയും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് താളിച്ച് വയ്ക്കാം. നമുക്ക് ആ കറിയിലേക്കൊന്ന് ഉള്ളി താളിച്ച് വയ്ക്കണം. അതിന് വേണ്ടി ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നപ്പോൾ ഞാൻ 1.5 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയും ഒന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് ഉള്ളിയിലിട്ട് കൊടുക്കാം. ഞാനൊരു 5-6 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇതിട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു കളറിന് വേണ്ടി, ഒരു ഭംഗിക്ക് വേണ്ടി ഞാനൊരു 1/4 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം വേണ്ട. ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് നമുക്ക് കറിക്ക് ഒഴിച്ച് കൊടുക്കാം. കറിക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. മുളക് പൊടി ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട കേട്ടോ. ഞാനൊരു കളറിന് വേണ്ടി ചേർത്തുന്നുള്ളൂ. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയുള്ള പരിപാടി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പരിപ്പ് മുരിങ്ങയിലിട്ട് വെച്ച കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.